ശരിക്കും ശരത് പ്രസാദ് തിരുവനന്തപുരത്ത് ഗുണ്ടയായിരുന്നു? അടിവസ്ത്രം മാത്രം നട്ടലിൻ്റെ താഴെയുള്ള എല്ലിൽ കൊരുത്തിരുന്നുകൊണ്ട് അത് മാത്രം ശരീരത്തിലുണ്ടായിരുന്നു. എന്നെ മലയുടെ മുകളിലോട്ട് താഴോട്ട് വലിച്ചിറങ്ങും. ഒരു ഇഷ്ടിക എൻ്റെ മുറിയിൽ കൂടി ശരീരത്തിനകത്ത് കയറിപ്പോയി. ഞാനും ധരിച്ചു ഞാൻ മരിച്ചു എന്ന് തന്നെയാണ്. അത്ര ഭീകരമായി. അതിനു മുമ്പ് 80-ൽ വാരിക്കുന്തം കൊണ്ട് എൻ്റെ മുതുകത്ത് കുത്തി എൻ്റെ ഓർഗൻസ് എല്ലാം മുതുകത്തൂടെ പുറത്ത് ചാടി മരിച്ചു എന്ന് വിചാരിച്ചതാണ്. എന്നെ KSU പ്രസിഡൻ്റ് ആക്കുന്ന കാര്യത്തിൽ കെ കരുണാകരൻ, രമേശ് ചെന്നിത്തലയും ജി കാർത്തികേയനും അതിൻ്റേതായ പങ്കുവഹിച്ച ആളുകളാണ്. അവരുടെ തന്നെ ഒരു ശ്രമഫലമായിട്ടാണ്. വക്കംജി അവിടുത്തെ പഴയ MLA ആണ്. അങ്ങനെ ഞാൻ മാറണമെങ്കിൽ വക്കംജിക്ക് വേണ്ടി ഞാൻ മസിലൊന്നും പിടിക്കുന്നില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നെ മാറ്റിക്കോളാൻ പറയും. ബുദ്ധി കൊണ്ടല്ല രാഷ്ട്രീയം കളിച്ചത്, ഞാൻ ഹൃദയം കൊണ്ടാണ് രാഷ്ട്രീയം കളിച്ചത്. അതാണ് എൻ്റെ പരാജയം. സ്വന്തമായിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് വീട് വാങ്ങിക്കാൻ പറ്റിയില്ല. ഉണ്ടായിരുന്നതെല്ലാം തീർന്നു പോയി. പഴയ കണക്കിൽ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ, ഇപ്പോഴത്തെ കണക്കിൽ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്ത് ഉണ്ടായിരുന്നു. എല്ലാ മക്കൾക്കും കൊടുത്തു തന്നെ. എനിക്കും ഒരല്പം കൂടുതലൊക്കെ തന്നിരുന്നു, പൊതുപ്രവർത്തനം തന്നിരുന്നു. അതുകൊണ്ട് കൂടുതൽ തന്നതുകൊണ്ട് കൂടുതൽ വിൽക്കാൻ പറ്റി, പണയപ്പെടുത്താൻ പറ്റി, ബാങ്കിൽ ലേലത്തിന് കൊടുക്കാൻ പറ്റി. അങ്ങനെയൊക്കെ ഉണ്ട്. കോൺഗ്രസ് പ്രസിഡൻ്റ് ആകും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒടുവിൽ യൂത്ത് കോൺഗ്രസ് നാഷണൽ കൗൺസിൽ വരെ വന്ന് നിന്നിട്ട് കോൺഗ്രസ്സിനകത്തുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് ഐക്ക് അകത്തുള്ള തന്നെ ചില ചരടുവലികളുടെ പേരിൽ എനിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ലഭിക്കാതെ പോയി. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. ആറ്റിങ്ങൽ മുൻ MLAയും KPCCയുടെ മുൻ വൈസ് പ്രസിഡൻറ്റുമായിരുന്ന അഡ്വക്കേറ്റ് ടി ശരത്ചന്ദ്ര പ്രസാദിൻ്റെ വാടക വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ പൊതുജനങ്ങളോട് തുറന്നു പറയാനുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. എത്ര വർഷമായിട്ട് വാടക താമസിക്കുന്നു? ഞാൻ എൻ്റെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിഞ്ഞ് MLA ആയിരിക്കുമ്പോൾ ഫ്ലാറ്റിലേക്ക് വന്നു. അത് കഴിഞ്ഞൊരു 25 കൊല്ലമായിട്ട് വാടക വീട്ടിൽ തന്നെ. 1992 MLA. 96. ഈ കാലഘട്ടത്തിൽ MLA ആയിരുന്ന ഒരാൾ, അതും ആറ്റിങ്ങൽ പോലൊരു മണ്ഡലത്തിൽ MLA ആയിരുന്ന എന്താണ് സ്വന്തമായിട്ട് ഇതുവരെ ഒരു വീട് വാങ്ങാത്തത്? സ്വന്തമായിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് വീട് വാങ്ങിക്കാൻ പറ്റിയില്ല. ഉണ്ടായിരുന്നതെല്ലാം തീർന്നു പോയി. എങ്ങനെയാണ് പൈസ തീർന്നു പോയത്? അത് പൊതുരംഗത്ത് എൻ്റെ അച്ഛനും അമ്മയും പഴയ കണക്കിൽ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ, ഇപ്പോഴത്തെ കണക്കിൽ പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സ്വത്ത് ഉണ്ടായിരുന്നു. എല്ലാ മക്കൾക്കും കൊടുത്തു തന്നെ. എനിക്കും ഒരല്പം കൂടുതലൊക്കെ തന്നിരുന്നു, പൊതുപ്രവർത്തനം തന്നിരുന്നു. അതുകൊണ്ട് കൂടുതൽ തന്നതുകൊണ്ട് കൂടുതൽ വിൽക്കാൻ പറ്റി, പണയപ്പെടുത്താൻ പറ്റി, ബാങ്കിൽ ലേലത്തിന് കൊടുക്കാൻ പറ്റി. അങ്ങനെയൊക്കെ ഉണ്ട്. എല്ലാം പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഞാൻ കോൺഗ്രസിൻ്റെ വാർഡ് പ്രസിഡൻ്റായിരുന്നു. ഞാൻ KSUവിൻ്റെ യൂണിറ്റ് കമ്മിറ്റി മെമ്പറും യൂണിറ്റ് സെക്രട്ടറിയും താലൂക്ക് കമ്മിറ്റി മെമ്പറും ജില്ലാ കമ്മിറ്റി മെമ്പറും ജില്ലാ വൈസ് പ്രസിഡൻറ്റും എലക്റ്റഡ് ജില്ലാ പ്രസിഡൻ്റായി 2 പ്രാവശ്യം, പിന്നെ എലക്റ്റഡ് സ്റ്റേറ്റ് ഭാരവാഹിയായി, ജനറൽ സെക്രട്ടറിയായി, പിന്നെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനായി. അവിഭക്ത കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ എറണാകുളം വരെ, അന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റി യൂണിയൻ ഇല്ല. പഴയ കേരള യൂണിവേഴ്സിറ്റിയിലെ അവസാനത്തെ എലക്റ്റഡ് ചെയർമാൻ ഞാനായിരുന്നു. അത് കഴിഞ്ഞ് അപ്പോഴും ഞാൻ KSU സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. PT തോമസിൻ്റെ കമ്മിറ്റിയിൽ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ ചെയർമാനായത്. PT തോമസ് മാറിയപ്പോൾ ഞാൻ KSU പ്രസിഡൻ്റായി. അത് കഴിഞ്ഞ് പിന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി. യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആകും എന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒടുവിൽ യൂത്ത് കോൺഗ്രസ് നാഷണൽ കൗൺസിൽ വരെ വന്ന് നിന്നിട്ട് കോൺഗ്രസ്സിനകത്തുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് ഐക്ക് അകത്തുള്ള തന്നെ ചില ചരടുവലികളുടെ പേരിൽ എനിക്ക് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ലഭിക്കാതെ പോയി. പിന്നെ ഞാൻ വയലാർജിയുടെ കമ്മിറ്റിയിൽ, വയലാർജിയെ KPCC പ്രസിഡൻ്റായി എലക്ട് ചെയ്യപ്പെടുന്ന കമ്മിറ്റിയിൽ ഞാൻ അന്ന് AICC മെമ്പറായി എലക്ട് ചെയ്യപ്പെട്ടു. ഒപ്പം വയലാർജിയുടെ PCC കമ്മിറ്റിയിൽ ഞാൻ KPCC സെക്രട്ടറിയായി. അന്ന് എത്ര സെക്രട്ടറിമാരൊക്കെ ഉണ്ടായിരുന്നു എണ്ണത്തിൽ? അന്നൊക്കെ 5-8 സെക്രട്ടറിമാരേ ഉള്ളൂ. 100 കണക്കിനുണ്ടല്ലോ. ഇപ്പോൾ 100 കണക്കിനുണ്ട്. അന്ന് 5-8 പേര്. അത് എനിക്ക് മുമ്പ് സെക്രട്ടറിമാരായ ആളുകൾ ചെറിയാമ്പൽപ്പ്, ഹിദർ മുഹമ്മദ്, MI ഷാനവാസ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇവരൊക്കെയായിരുന്നു. അടുത്ത സെക്കൻഡ് സ്റ്റെപ്പിൽ സെക്രട്ടറിമാരെ വന്ന ആളുകളിൽ ഒന്ന് ഞാനടക്കമുള്ള ആളുകളാണ്. ഞാനും ഉണ്ണിത്താനൊക്കെ പിന്നെ ഒരുമിച്ച് തന്നെ ജനറൽ സെക്രട്ടറിമാരായി. ഞങ്ങൾ KPCCയുടെ ഭാരവാഹിയായി ഇങ്ങനെ തുടർന്നു. ഞാൻ ഏകദേശം കണക്ക് കൃത്യമായി പരിശോധിച്ചാൽ 30 കൊല്ലത്തിന് മേൽ വയലാർജിയുടെ കമ്മിറ്റിയിൽ ഭാരവാഹിയായത് മുതൽ
ഇപ്പോൾ ഒടുവിൽ കെ സുധാകരൻ KPCC പ്രസിഡൻ്റായി വരുന്ന സമയം വരെ വന്ന് കുറേ കാലം കൂടി ഞാൻ വൈസ് പ്രസിഡൻ്റായിരുന്നു. അവസാനം വൈസ് പ്രസിഡന്റ് വരെ, സെക്രട്ടറി സ്ഥാനം മുതൽ ജനറൽ സെക്രട്ടറി വൈസ് പ്രസിഡന്റ് വരെ ഒരു 30-31 കൊല്ലക്കാലം. ആ റെക്കോർഡ് ആരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ KPCC ഭാരവാഹിയിരുന്ന അത്ര ദീർഘകാലം ഞാൻ KPCC ഭാരവാഹിയിരുന്നു. ഇത്രയും സീനിയർ ലീഡറാണ്. അത് പിന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡൻഷിപ്പ് മാത്രമല്ല, അതിന് ശേഷമുള്ളതിലും അതുണ്ടായിട്ടുണ്ട്. എനിക്കൊരു കുഴപ്പം, ഞാൻ ബുദ്ധി കൊണ്ടല്ല രാഷ്ട്രീയം കളിച്ചത്, ഞാൻ ഹൃദയം കൊണ്ടാണ് രാഷ്ട്രീയം കളിച്ചത്. അതാണ് എൻ്റെ പരാജയം. ഞാൻ ലീഡർ ഒരു കാര്യം എന്നോട് പറയുമ്പോൾ സെൻറ്റിമെൻ്റലായിട്ട് ഒരു ചില വിഷയങ്ങൾ പറയുമ്പോൾ അതാണ് ലീഡർ എന്തെങ്കിലും പറഞ്ഞാൽ സാരമില്ല ശരത്തെ എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അതിനകത്ത് വേറൊന്നിനും പോകില്ല. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു രീതി. അതാണ് ഞാൻ ഹൃദയം കൊണ്ടാണ്. ഞാൻ ബുദ്ധി ഉപയോഗിച്ച് ഇപ്പോഴൊക്കെ പലരും ചെയ്യുന്നത് പോലെ ഇന്ന് ഈ സ്ഥാനം, ഒരു 6 മാസം കഴിഞ്ഞ് അടുത്ത സ്ഥാനം, 1 കൊല്ലം കഴിഞ്ഞ് അടുത്ത സ്ഥാനം, പിന്നെ MLA MP അങ്ങനെ ഇങ്ങനെ കണക്ക് കൂട്ടിയില്ല. ഞാൻ കൊള്ളുന്നിടം കൊണ്ട് ചെറുക്കുമെന്ന് പറയുമ്പോലെ മരണപ്പെട്ടു എന്നുള്ള ഒരു വലിയ കേരളത്തിലുടനീളം വിദ്യാർത്ഥികൾക്കിടയിൽ KSUവിൻ്റെ നേതാവ് ശരത്ചന്ദ്ര പ്രസാദ് മരണപ്പെട്ടു എന്നൊരു വാർത്ത വന്നു. ഹർത്താൽ, തിരുവനന്തപുരത്ത് ഹർത്താലും ആരംഭിച്ചു. ശ്രീകാര്യം, ഉള്ളൂർ, ചെമ്പഴന്തി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ആദ്യം വാർത്ത അറിഞ്ഞ ആളുകളാണ്. ഞാൻ മരണപ്പെട്ടു, അക്രമത്തിൽ മരണപ്പെട്ടു. അന്ന് വാർത്ത അറിഞ്ഞ് തിരുവനന്തപുരത്തെ കലാലയങ്ങളെല്ലാം, സ്കൂളും കോളേജും എല്ലാം പഠിപ്പ് മുടക്കി എല്ലാവരും മെഡിക്കൽ കോളേജിലേക്ക് വന്നു. 2 വട്ടമാണ് എന്നെ മാർക്സിസ്റ്റ് പാർട്ടി വെച്ചാൽ SFI എന്ന് ഞാൻ മാത്രം പറയില്ല. SFI KSU സംഘർഷമാണെങ്കിലും SFIയെ സ്പോൺസർ ചെയ്യുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഡിഫി എന്നൊക്കെ പറയും, പക്ഷേ ആ കാലഘട്ടത്തിൽ CITU ആണ് SFIക്ക് വേണ്ടി മസിൽ പവർ കാണിക്കുന്ന സംഘടന. അപ്പോൾ അന്ന് CITUവും SFIയും DYFIയും എല്ലാം സംയുക്തമായി. രണ്ടാമത്തെ ആക്രമണം ചെമ്പഴന്തി കോളേജിനകത്ത് വന്നിട്ടാണ്. ഒരു 10,000-ഓളം ആളുകൾ CPMൻ്റെ ജില്ലാ സെക്രട്ടറി അടക്കം ചെമ്പഴന്തി കോളേജിനകത്ത് കസേര ഇട്ടിരുന്നാണ് നയനാർ കോളേജിൽ കോളേജ് യൂണിയൻ ഇനാഗുറേഷന് വരുന്ന ദിവസം. അത് ഒരു വരി ക്ലാസ് മുറി പൊളിച്ചിട്ട് പന്തൽ കെട്ടിയിൽ പ്രതിഷേധിച്ചു. ഞങ്ങൾ ആ കോളേജ് യൂണിയൻ ഫംഗ്ഷൻ ഞങ്ങൾ ബഹിഷ്കരിച്ചു, കരിദിനമായി ആചരിച്ചു. അതിൻ്റെ പേരിലാണ് ഈ അക്രമം. ഞാൻ പിന്നെ അന്തരിച്ചു നയനാർക്ക് എന്നെ വലിയ ഇഷ്ടമായിരുന്നു. അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഓന് ഒരുപാട് അടി കിട്ടിയില്ല, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്ന് അദ്ദേഹം കോളേജിൽ വരുമ്പോൾ ഓനിവിടെ ഉണ്ടെന്ന് എനിക്കറിയാം, ഓൻ്റെ ശബ്ദം ഇനിയിവിടെ പൊങ്ങൂലെന്ന് പറഞ്ഞ്. അത് കേട്ടതോടുകൂടിയാണ് എന്നെ വെട്ടി ഞുറുക്കി കഷ്ണങ്ങളാക്കി എൻ്റെ ഒരു അടിവസ്ത്രം മാത്രം നട്ടലിൻ്റെ താഴെയുള്ള എല്ലിൽ കൊരുത്തിരുന്നുകൊണ്ട് അത് മാത്രം ശരീരത്തിലുണ്ടായിരുന്നു. എന്നെ മലയുടെ മുകളിലോട്ട് താഴോട്ട് വലിച്ചിറങ്ങി. ഒരു ഇഷ്ടിക എൻ്റെ മുറിയിൽ കൂടി ശരീരത്തിനകത്ത് കയറിപ്പോയി. ഞാനും ധരിച്ചു ഞാൻ മരിച്ചു എന്ന് തന്നെയാണ്. അത്ര ഭീകരമായി. അതിനു മുമ്പ് 80-ൽ വാരിക്കുന്തം കൊണ്ട് എൻ്റെ മുതുകത്ത് കുത്തി, എൻ്റെ ഓർഗൻസ് എല്ലാം മുതുകത്തൂടെ പുറത്ത് ചാടി മരിച്ചു എന്ന് വിചാരിച്ചതാണ്. ഒരു 5 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ. എൻ്റെ ഒരു ആത്മധൈര്യം ഉള്ളതുകൊണ്ട് ഞാൻ കിട്ടിയ ഓട്ടോയിൽ എന്നെ ഒരു സഹപ്രവർത്തനം കൂടി കയറി അവിടെ നിന്ന് സ്റ്റാച്യൂവിൽ വന്നൊരു ടാക്സി പിടിച്ച് ജനറൽ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ, അന്ന് ജനറൽ ഹോസ്പിറ്റലിൽ നിന്ന് എക്വിപ്ഡ് അല്ല, വെൽ എക്വിപ്ഡ് ഹോസ്പിറ്റലല്ല. ഞാൻ ഷട്ടൂരി കാണിച്ചപ്പോൾ സീരിയസ് ആണ്, മെഡിക്കൽ കോളേജിൽ പോകാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ചെന്ന് സ്ട്രെച്ചറിൽ കയറി കമന്ന് കിടന്നപ്പോൾ എൻ്റെ ബോധം പോയി. അതുവരെ ഞാൻ പിടിച്ചു തന്നു. ഡോക്ടർ പറഞ്ഞു ഒരു 10 മിനിറ്റ് താമസിച്ച് മരിച്ചു പോകായിരുന്നു എന്ന് പറഞ്ഞു. അന്ന് KK ബാലകൃഷ്ണൻ എൻ്റെ ചോരപുരൻ്റെ ഷർട്ടെടുത്ത് TK രാമകൃഷ്ണൻ്റെ നേരെ എറിഞ്ഞു കൊടുത്തു അസംബ്ലിക്കകത്ത്. അപ്പോൾ അന്ന് സഭയിൽ CPMൻ്റെ നേതാക്കന്മാർ പറഞ്ഞത് KK ബാലകൃഷ്ണൻ തൊണ്ടി മുതൽ നശിപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ഈ തൊണ്ടി മുതലാണല്ലോ എന്നെ ചോരപുരൻ്റെ ശരീരം നിയമസഭയ്ക്കകത്ത് കൊണ്ടുപോയി. അല്ല, എൻ്റെ പാർട്ടി എനിക്ക് അംഗീകാരം തന്നിട്ടുണ്ട്. അത് തന്നതെന്ന് പറയുന്നത് എൻ്റെ കഴിവ് ബോധ്യപ്പെട്ടിട്ട് തന്നതാണ്. എന്നെ KSU പ്രസിഡൻ്റാക്കി. അത് രാജീവ് ഗാന്ധിയാണ് സമയത്താണ്. രാജീവ് ഗാന്ധിക്ക് യൂത്ത് കോൺഗ്രസ് KSU NSU ചാർജ് ഉണ്ടായ സമയത്താണ് എന്നെ ആക്കിയത്. എന്നെ KSU പ്രസിഡൻ്റ് ആക്കുന്ന കാര്യത്തിൽ K കരുണാകരൻ, രമേശ് ചെന്നിത്തലയും G കാർത്തികേയനും അതിൻ്റേതായ പങ്കുവഹിച്ച ആളുകളാണ്. അവരുടെ തന്നെ ഒരു ശ്രമഫലമായിട്ടാണ്. പിന്നീട് 91-ൽ എന്നെ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിൻ്റെ തലേവർഷത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ CPMന് 30,000-ഓളം വോട്ട് മെജോറിറ്റി ഉണ്ടായിരുന്ന സ്ഥലമാണ്. വക്കം പുരുഷോത്തമന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് ജയിച്ചിട്ടില്ല.
അവിടെയാണ് LDF മേൽക്കോയ്മ നിൽക്കുന്ന സ്ഥലത്താണ് എന്നെക്കൊണ്ട് സ്ഥാനാർത്ഥി. അന്ന് ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. 31 വയസ്സ് കഴിഞ്ഞ ആളാണ്. ഞാനീ സ്ഥാനാർത്ഥിയായി അങ്ങ് ഇറങ്ങി ആനത്തലവട്ടം ആനന്ദനെയാണ് അന്ന് അവിടെ നിലവിൽ MLA ആയിരുന്ന ആനത്തലവട്ടം നിലവിലെ MLA ആയിരുന്ന ആനത്തലവട്ടം ആനന്ദനെയാണ് ഞാൻ തോൽപ്പിച്ചത്. അതിനുശേഷം ആ ഒരു 5 വർഷം ഞാൻ ഒരുപാട് വികസന കാര്യങ്ങൾ മണ്ഡലത്തിൽ ആഴ്ചയിൽ 3 മന്ത്രിമാർ, മിനിമം 2 മന്ത്രിമാരെ ഞാൻ കൊണ്ടുപോയി വികസനം നടത്തിയിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിന് 1 മാസം ഉള്ളപ്പോൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ അവിടുത്തെ ലഫ്റ്റനൻറ്റ് ഗവർണറായി പോയ വക്കംജി എനിക്ക് മത്സരിക്കണമെന്ന് പറഞ്ഞു. ഒരാഴ്ച ഉള്ളപ്പോൾ അദ്ദേഹം രാജിവെച്ചു പോന്നു. അദ്ദേഹത്തിൻ്റെ കാലാവധി തീരാൻ ഒരാഴ്ച ഉള്ളപ്പോൾ, അതായത് ഇലക്ഷൻ ഒരു 1-1.5 മാസത്തിന് മുമ്പ് അദ്ദേഹം നേരെ വന്നപ്പോൾ നേതാക്കന്മാർ എന്താണ് വക്കം മത്സരിക്കണമെന്ന് പറയുന്നല്ലോ ശരത്. വക്കംജി അവിടുത്തെ പഴയ MLA ആണ്. അങ്ങനെ ഞാൻ മാറണമെങ്കിൽ വക്കംജിക്ക് വേണ്ടി ഞാൻ മസിലൊന്നും പിടിക്കുന്നില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നെ മാറ്റിക്കോളാൻ പറയും. അവിടെ നിന്ന് എൻ്റെ ലീഡർ ശരത്തിൻ്റെ കാര്യം ഞാൻ അന്ന് സഭയ്ക്കകത്ത് ലീഡർക്ക് വേണ്ടി പൊരിഞ്ഞ് പോരാട്ടം നടത്തിയ ആളാണ്. നിയമസഭയ്ക്കകത്ത് എൻ്റെ ഒരു പ്രസംഗമുണ്ട്. ഒരു പത്രം എനിക്കെതിരെ എഡിറ്റോറിയൽ എഴുതിയിരുന്നു അന്ന്. ഞാൻ പറഞ്ഞത് എൻ്റെ ശിരസ് അറുത്തിട്ടാലും ഞാൻ K. കരുണാകരനെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞ് ഞാനൊരു പ്രസംഗം നടത്തി. പിറ്റേ ദിവസം ആ പത്രത്തിലെ എഡിറ്റോറിയലായിരുന്നു ശരത്ചന്ദ്ര പ്രസാദ് ഗുണ്ട പ്രസംഗം നടത്തിയെന്ന് പറഞ്ഞിട്ട്. ഞാൻ എൻ്റെ ഒരു ആത്മാർത്ഥത അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും K. കരുണാകരനെ തള്ളിപ്പറയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം 96 തെരഞ്ഞെടുപ്പിൽ വേറെ സീറ്റൊന്നും കരാതെ വന്നപ്പോൾ കാർത്തികൻ ഇവിടുന്ന് പഴയ ആര്യനാടേക്ക് മാറി. അപ്പോൾ എന്നോട് പഴയ നോർത്താണ്, ഇപ്പോഴത്തെ വട്ടിയൂർക്കാവ്, മത്സരിക്കാൻ പറഞ്ഞു. ഞാൻ മത്സരിക്കാതെ പറഞ്ഞു. ആ സമയത്ത് ദുര്യോഗം എന്ന് പറയുന്നത് NSSും SNDPയും കോൺഗ്രസ്സിന് എതിരായി UDFനെതിരെ ഓപ്പണായി നിൽക്കുന്നൊരു തെരഞ്ഞെടുപ്പായിരുന്നു അത്. NSS ചങ്ങനാശ്ശേരിയിൽ പോലീസ് ബോട്ടിട്ട് കയറി, ചങ്ങനാശ്ശേരിയിൽ പട്ടി മന്നം സമാധിയിൽ കയറി പോലീസ് നായെ, അതിൻ്റെ പേരിൽ വലിയ പ്രശ്നമുണ്ടായി. ശിവഗിരിയിൽ പോലീസ് കയറി സന്യാസിമാരെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രശ്നം. അപ്പോൾ ഈ 2 ജനവിഭാഗങ്ങളുടെ സംഘടനകളും സമുദായ സംഘടനകളും UDFനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അന്ന് നാരായണ പണിക്കരേട്ടനും ഉപേന്ദ്രനാഥ കുറുപ്പേട്ടനുമായിരുന്നു പ്രസിഡൻറ്റും സെക്രട്ടറിയും. എന്നെ വലിയ ഇഷ്ടമുണ്ടായിരുന്ന ആളുകളാണ്. ഞാൻ അവരെ കണ്ടു. അവർ പറഞ്ഞ് അവരെ എനിക്ക് ഇപ്പോൾ പറഞ്ഞത് ശരി തന്നെ. അവരെന്നൊരു പൊതിയൊക്കെ എനിക്ക് തന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ LDFനെ പിന്തുണയ്ക്കാനാണ് തീരുമാനിക്കുന്നത്. ശരത്ത് ജയിച്ചാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആവശ്യമാണ്. കാര്യം ഞങ്ങളെ UDF ഗവൺമെൻറ് എന്നോടൊരു പ്രതിഷേധമാണ്. ചങ്ങനാശ്ശേരി മന്നം സമാധിയിൽ നടന്ന അംഗീകരിക്കാൻ പറ്റാത്ത മനോവേദന ഉണ്ടാക്കുന്ന കാര്യം. അതുകൊണ്ട് ഞങ്ങൾ LDFനെ UDFനെ തോൽപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. LDFനെ സഹായിക്കാൻ തീരുമാനിച്ചു. അവിടെ ഞാനും MB ജിയോമാറുമായിട്ടായിരുന്നു മത്സരം. സ്വാഭാവികമായി പരാജയം ഉറപ്പായിരുന്നു. എങ്കിലും വലിയ ഭീകരമായ ഭൂരിപക്ഷത്തിന് ഞാൻ തോറ്റില്ല, ഞാൻ പരാജയപ്പെട്ടു. അതിനുശേഷം പിന്നെ പിറ്റേ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇങ്ങനെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ലീഡർ അപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് കഴിഞ്ഞ സമയമാണ്. പിന്നെ ലീഡറെയും ഒക്കെ ഇങ്ങനെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗം നിന്നപ്പോൾ ലീഡറുടെ സ്വന്തം ആളായി നിന്ന എനിക്ക് സ്വാഭാവികമായി അതിൻ്റെ ഒരു ക്ഷീണമുണ്ടായി. ഞാൻ പിന്നെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ലീഡറെ തള്ളിപ്പറഞ്ഞിട്ട് ഒന്നും ചേക്കാറ് ഞാൻ തയ്യാറായി. ശരിക്കും ശരത്ചന്ദ്ര പ്രസാദ് തിരുവനന്തപുരത്ത് ഗുണ്ടയായിരുന്നു? എന്ത് ഗുണ്ടായിസമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്? ഞാൻ അടി വാങ്ങിച്ച് ഗുണ്ടൈസ് എന്നുള്ള പേര് കേട്ടത് അല്ല. സാധാരണ ഇപ്പം നമ്മൾ റീൽസ് ഗുണ്ടകളുടെ കാലമാണ്. രാഷ്ട്രീയക്കാരും അങ്ങനെയൊക്കെ തന്നെ. എന്തായാലും റീൽസിലൊന്നും കണ്ടിട്ടുമില്ല. അല്ല, റീൽസിൽ കണ്ട അതിനകത്ത് അന്ന് പേര് കേട്ടത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൊള്ളുന്തട കൊണ്ട് ചെറുക്കുന്ന പൊളിറ്റിക്സ് ആയിരുന്നു. അതന്നെ എന്നെ ചോദ്യത്തിന് കൃത്യം മറുപടി ഒന്നുമില്ല. ശരത്ചന്ദ്ര പ്രസാദ് ഞാൻ പറഞ്ഞത് തിരുവനന്തപുരത്ത് ഗുണ്ട രാഷ്ട്രീയക്കാരനായിരുന്നു. ഇപ്പോൾ പലരും സംസാരിക്കുന്നത് കേട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. ശരത്ചന്ദ്ര പ്രസാദ് എന്ന് പറയുന്നൊരു ഗുണ്ടയാണ്. എന്ത് ഗുണ്ടായിസാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്? എനിക്ക് പറഞ്ഞുകൂടാതെ. ഞാൻ ഇങ്ങോട്ട് ഗുണ്ടകൾ എന്നെ ആക്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഒരാളുടെ മുമ്പിൽ തല കുനിക്കാൻ തയ്യാറായിട്ടില്ല. ഇത്രയും കുത്തും വെട്ടും കിട്ടിയിട്ടും ഒരാളുടെ മുമ്പിൽ തല കുനിക്കാൻ തയ്യാറായിട്ടില്ല. എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞ് അവരെ കാല് പിടിക്കാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ കൂടെ നിന്ന ഒരു പ്രവർത്തകനെയും ശത്രുക്കളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തിട്ടില്ല.
പോലീസിൻ്റെ മുമ്പിലോ CPM-ൻ്റെ ഗുണ്ടകളുടെ മുമ്പിലോ എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ ഞാൻ എറിഞ്ഞു കൊടുത്തിട്ട് ഞാൻ പുറകെ നിന്നില്ല. എൻ്റെ കൂടെ നിൽക്കുന്നവരുടെ മുമ്പ് 2 കൈയും കാണിച്ച് അവരെ എൻ്റെ പുറകെ നിർത്തിയിട്ട് ഞാൻ അക്രമികളെ ഞാൻ എൻ്റെ നെഞ്ചു കൊടുത്ത് ഞാൻ നേരിട്ടു. അല്ല, ഇത്രയും നേരിടലോടൊപ്പോൾ ഈ പലരും ഫോട്ടോയിലായിരിക്കും കണ്ടിട്ടുള്ളത്. നേരിട്ട് കാണാത്ത ആൾക്കാരുണ്ട്. അവർ പറയും താടിയൊക്കെ വെച്ച് കണ്ണാടി വെച്ച് ഒരു ഗുണ്ട എന്ന് പറയുമ്പോൾ ഒരു കാലിന് സ്വാധീനമില്ലാത്ത ആളാണ്. ഇത് എങ്ങനെ ബാലൻസ് ചെയ്ത് നിന്ന് ഇവരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്യാൻ? എന്നെ ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ നോക്കിയാൽ അറിയാം, എൻ്റെത് ഈ വിരലിൻ്റെ തുമ്പ് മുതൽ കാലിൻ്റെ പാദം വരെ ഒരു മിനിമം ഒരു 90 കുത്തിത്തയ്യലെങ്കിലും കാണും. എന്നെ CPM-കാർ 2 ഘട്ടങ്ങളിലായി വെട്ടിക്കൊല്ലാൻ എന്നെ സഹിക്കാൻ പറ്റാതെയാണ്. കാരണം അതല്ല, ഞാൻ ചെയ്ത ദ്രോഹം എന്ന് പറയുന്നത്, ഞാൻ KSU ജില്ലാ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഭൂരിപക്ഷം സ്കൂളുകളും കോളേജിലും KSUവിന് ജയിപ്പിക്കാൻ പറ്റി. ഇന്നത്തെ പോലെ AC to AC അല്ല, ഞാൻ സൈക്കിൾ ചവിട്ടിയാണ് KSU പ്രവർത്തനം നടത്തിയത്. ഈ തിരുവനന്തപുരം നഗരത്തിൽ ഞാൻ സൈക്കിളിൽ പോകാത്ത സ്കൂളുകളും കോളേജുകളുമില്ല. അല്ല, അത് നമുക്കിതൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇത് എന്തൊക്കെ ഉണ്ടെങ്കിലും ഞാൻ സ്പോർട്സിൽ ഞാൻ മോശമായിരുന്നില്ല. ബോഡി ബിൽഡിങ്ങും ഞാൻ അത്യാവശ്യം നല്ല ബോഡി ബിൽഡിംഗ് എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്കൂളിലും കോളേജിലും ക്രിക്കറ്റ് ടീമിലും ഫുട്ബോൾ ടീമിലും ഉണ്ടായിരുന്നു. ഞാൻ ഷട്ടിൽ ബാഡ്മിൻ്റൺ കളിക്കുമായിരുന്നു. പക്ഷേ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി വിദ്യാഭ്യാസത്തോടെ എനിക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു അതിപ്രസരത്തിലേക്ക് വന്നപ്പോൾ പിന്നെ എന്നോടൊപ്പം ഓടിയെത്താൻ എൻ്റെ കൂടെ കളിക്കുന്ന ആരും എത്തൂലായിരുന്നു. എൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രോബ്ലം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ചങ്കുറ്റത്തോടുകൂടി ഞാൻ നിൽക്കുമായിരുന്നു. ഞാൻ പിടിച്ച നീലക്കൊടി ഒരിക്കലും പരാജയപ്പെടുത്താൻ ഞാൻ സമ്മതിച്ചിട്ടില്ല. അതാണ് CPM-കാർക്കുണ്ടായി. ഞാൻ ചെമ്പഴന്തി SN കോളേജ് എന്ന് പറയുന്നത് CPM-ൻ്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ ഞാൻ 82 കോളേജ് യൂണിയൻ പൂർണ്ണമായി പിടിച്ചെടുത്തു. 78 ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ 78 കേരളമൊട്ടാകെ കേരള വിദ്യാർത്ഥികളും തോറ്റു. അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ട് കേരള വിദ്യാർത്ഥിനും പരാജയപ്പെട്ടു. കേരളമൊട്ടാകെ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ഭീകരമായി നഷ്ടപ്പെട്ടു. അന്ന് SFIയും KVJ ജനതാ പാർട്ടിയുടെ വിദ്യാർത്ഥി ജനത അന്ന് KSUവിൻ്റെ സ്ഥാനം പിടിച്ചെടുക്കും പോലെ SFI KVJ സഖ്യം ഉയർന്നു വന്ന സമയമാണ്. പക്ഷേ ചെമ്പഴന്തി കോളേജിൽ ഞാനും എൻ്റെ 1-2 സഹപ്രവർത്തകരും ജയിച്ചു. ഞാൻ അന്ന് യൂണിവേഴ്സിറ്റിയുടെ കൗൺസിലറായി ജയിച്ചു വന്നു. ഞാൻ അന്ന് അങ്ങനെ ജയിച്ചു വന്നുകൊണ്ടാണ് കാർത്തികൻ KSU പ്രസിഡൻ്റ് ആകുമ്പോൾ കാർത്തികനെ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പറാക്കാൻ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റി. അന്ന് കാർത്തികനെ സെനറ്റ് മെമ്പറാക്കാൻ ഞാൻ വോട്ട് ചെയ്തു. കാർത്തികൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ KSU പ്രസിഡൻ്റായി. പിന്നീട് കാർത്തികൻ KSU പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞ് രമേശ് KSU പ്രസിഡന്റ് ഏറ്റെടുത്ത് കാർത്തികൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റ് ആയപ്പോൾ ഞാൻ KSU പ്രസിഡൻ്റായിരുന്നു. കാർത്തികേയൻ്റെ ഏകകക്ഷി ഭരണം നടക്കുമ്പോൾ ഞാൻ അതിൻ്റെ മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഞാൻ KSU പ്രസിഡൻ്റാണ്. അന്ന് മാധ്യമങ്ങളിലെല്ലാം KSU യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാർ ഏകകക്ഷി ഭരണമെന്ന് പറഞ്ഞ് വലിയ വാർത്തകളൊന്നും സമയമാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ ഒരു KSUവിനെ കൊണ്ടുവന്ന ഒരു കാലഘട്ടം മാർക്സിസ്റ്റ് പാർട്ടിക്കും CPM-നും SFIക്കും എന്നെ ഒരു തലവേദന തന്നെയായിരുന്നു. അതായത് ഒരു രാഷ്ട്രീയ നേതാവ് പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് ഉയർന്നു വരികയും അതിശക്തമായി നിലനിൽക്കുകയും ചെയ്താൽ ശത്രുവായി മാറും അല്ലേ? അങ്ങനെയാണ്. ഇവനൊരു തലവേദന. ശത്രു എന്ന് വെച്ചാൽ ആദ്യം ഒരു പാർട്ടിക്ക് ഒരാൾ തലവേദനയാകുക എന്നുള്ളിടത്താണ്. ഞാനിതൊന്നും നോക്കുന്നില്ല. കരുണാകരൻ്റെ ഓപ്പണായി KSUവിനകത്ത് കോൺഗ്രസിനകത്ത് പ്രശ്നം വന്നപ്പോൾ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞു, ശരത്ചന്ദ്ര പ്രസാദിനെ അംഗീകരിക്കാത്ത ആരും KSU നിൽക്കേണ്ട പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ലീഡറാണ്, ഭയങ്കര സപ്പോർട്ടാണ്. ലീഡർ എന്ന് വെച്ചാൽ എൻ്റെ മകനെ പോലെ തന്നെ 2 മക്കളിൽ കൂട്ടത്തിലൊരാളായിട്ട് ലീഡർ എന്നെ കണ്ടിരുന്നു. അത് ലീഡറെ പെരുമാറ്റത്തിലും ചിലപ്പോഴുള്ള ചില വാക്കുകളിലുമൊക്കെ. അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിട്ടുണ്ട്, നാളെ രാഷ്ട്രീയം എങ്ങനെ പോയാലും ആര് ലീഡറെ തള്ളിപ്പറഞ്ഞാലും ശരത്തെ നീ ലീഡറെ തള്ളിപ്പറയരുത്. അതുകൊണ്ടാണ് പണ്ട് തിരുത്തൽ വാദം ഉണ്ടായപ്പോൾ കാർത്തികൻ്റെയും രമേശിൻ്റെയും കൂടെ പോകാത്ത ഏക KSU പ്രസിഡൻ്റായിരുന്ന ആൾ ഞാൻ മാത്രമായിരുന്നു.
അങ്ങനെ പോകാതിരുന്നത് കൊണ്ട് പിന്നീട് അവർ പല പല സ്ഥാനങ്ങളിലും ഉയർന്നു പോയപ്പോൾ ശരത്ചന്ദ്ര പ്രസാദ് ഒന്നുമല്ലാതായി പോയില്ലേ? അല്ല, പോകാതിരുന്നതിൻ്റെ നഷ്ടവുമുണ്ട് ലാഭമുണ്ട്. ഇന്നും ഞാൻ അറിയപ്പെടുന്നത് കെ കരുണാകരൻ്റെ അക്കൗണ്ടിലാണ്. ഞാൻ കെ കരുണാകരൻ DAC ഉണ്ടാക്കി പാർട്ടി വിട്ടു പോകുമ്പോഴും KPC എക്സിക്യൂട്ടീവിനകത്ത് ഞാൻ പരസ്യമായി പറഞ്ഞു, എൻ്റെ രാഷ്ട്രീയ ഗുരു കെ കരുണാകരനാണ്. ഞാൻ ഇപ്പോൾ ഈ ഇരിക്കുന്നതിൻ്റെ പുറകോട്ട് നോക്കിയാൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ചിത്രത്തോടൊപ്പം ഞാൻ ലീഡറുടെ ചിത്രം വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ദിവസം 10 പ്രാവശ്യം വീട്ടിൻ്റെ പുറത്ത് പോയാൽ ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയും ലീഡറെയും ചിത്രം തൊട്ട് നമസ്കരിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങുന്നത്. 10 തവണ ഇറങ്ങിയാലും 10 പ്രാവശ്യവും ചെയ്യും. ഇത് ആരെയും കാണിക്കാനോ ബോധ്യപ്പെടുത്താനോ അല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഹൃദയം കൊണ്ടാണ് രാഷ്ട്രീയം കളിച്ചത്, ബുദ്ധി കൊണ്ടല്ല. അതുകൊണ്ട് ഇപ്പോഴും എൻ്റെ ഹൃദയം കൊണ്ടുള്ള രാഷ്ട്രീയം ഇപ്പോഴും നിൽക്കുന്നു. ഞാൻ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ പലപ്പോഴും സെൻറ്റിമെൻസാണ്. ഇപ്പോൾ തന്നെ ഇത് എൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ചിലപ്പോൾ ഇപ്പോൾ ചിരിച്ചുകൊണ്ട് പറയുന്നെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഞാൻ ഉള്ളിലേക്ക് അറിയാതെ ആഴ്ന്നിറങ്ങി ചെല്ലുമ്പോൾ പഴയ ചിന്തയിൽ പെട്ടു പോകുമ്പോൾ അറിയാതെ ചിലപ്പോൾ എൻ്റെ കണ്ടമിടറിപ്പോവും, എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. അത്രത്തോളം തിക്താനുഭവങ്ങൾ എനിക്കുണ്ട്. ഇത്രത്തോളം തല്ലു മേടിച്ച ഒരു നേതാവ് പാർട്ടിയിൽ വേറെ ഇപ്പോൾ എടുത്തു നോക്കുമ്പോൾ സീനിയർ ലീഡേഴ്സ് ഇല്ലല്ലോ. ഞാൻ കാര്യം പറയാം, നമ്മുടെ ഈ പാർട്ടിയിൽ KSUവിന് വേണ്ടി ആളുകൾ കുത്തുകൊണ്ട് മരിച്ചിട്ടുണ്ട്, വെട്ടേറ്റ് മരിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പാർട്ടിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി ഞാൻ തന്നെ പറയുന്നത് ശരിയല്ല, പക്ഷേ അത് ഞാനാണ്. എൻ്റെ പാർട്ടി എന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ പാർട്ടിയിലെ നേതാക്കന്മാർ എന്നെ പരിഗണിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇത് എന്നോ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി അടക്കമുള്ള മന്ത്രിയാകേണ്ട ഒരാളായിരുന്നു ഇത്. നിങ്ങൾക്കറിയില്ല, നിങ്ങളപ്പോൾ ജനിച്ചു കാണൂല. ഇപ്പോഴത്തെ കേസുകാരോട് അത്ര ത്യാഗം സഹിച്ച ആളാണ് അദ്ദേഹം. ശരിക്കും അത് ശരത്തങ്ങൾ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോഴത്തെ KSU യൂത്ത് കോൺഗ്രസ് യുവജന സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും എത്രത്തോളം ആത്മാർത്ഥത കാണിക്കണം? അവർ ഈ റീൽസുകളിൽ ഒതുങ്ങിപ്പോവുകയല്ലേ ചെയ്യുന്നത്? അതിനെക്കുറിച്ച് അഭിപ്രായം തുറന്ന് പറയും. ഞാൻ അങ്ങനെ കാര്യം ഇതിനകത്ത് ഇപ്പോഴത്തെ KSU യൂത്ത് കോൺഗ്രസ്സിലും ഒരുപാട് തല്ലു മേടിക്കുന്ന കുറേ KSUക്കാർ യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, ജയിലിൽ കിടക്കുന്നവരുണ്ട്, ആഴ്ചയിൽ 4 പ്രാവശ്യം പോയി പോലീസിൻ്റെ തല്ല് വാങ്ങിച്ച ചെറുപ്പക്കാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഞാൻ പലപ്പോഴും ഇപ്പോൾ അഭിജിത്ത് അടക്കം ഇവിടെയുള്ള ഈ അഖിലടക്കം ഒരുപാട് പേരെ പേര് പറഞ്ഞാൽ ഇതായിപ്പോവും, ഒരുപാട് പേരെ പോലീസ് വാൻ്റെ അടിയിൽ നിന്നും പോലീസുകാരുടെ ഇടയിൽ നിന്നും പോയി ഞാൻ വലിച്ചൂരി എടുത്തിട്ടുണ്ട്. കാര്യം അത് എൻ്റെ ശരീരത്തിൽ എന്നെ മാർക്സിസ്റ്റ് പാർട്ടി DYP SFI മാത്രമല്ല, കോൺഗ്രസിൻ്റെ പോലീസ് എൻ്റെ കാലടിച്ചൊടിച്ചിട്ടുണ്ട്. കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ 86-ൽ ഞാൻ KSU പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ അന്ന് ആഭ്യന്തരമന്ത്രി കേരളത്തിൽ KSU ഉണ്ടാക്കിയ നേതാവായിരുന്നു അന്ന് ആഭ്യന്തരമന്ത്രി. പക്ഷേ ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടല്ലല്ലോ പോലീസ് ഇത് ചെയ്യുന്നത്. ആ പോലീസ് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ഓഫീസിൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ കാലടിച്ചൊടിച്ച് തറയിട്ടപ്പോൾ ഞാൻ തന്നെ ജോലി കിട്ടാനൊക്കെ സഹായിച്ച ചില പോലീസുകാരുണ്ടായിരുന്നു. അവരെന്നെ തൂക്കി എടുത്തുകൊണ്ട് MLA ക്വാർട്ടേഴ്സിനകത്തോട്ട് ഇട്ടിട്ട് ഗേറ്റ് അടച്ചു കളഞ്ഞു. കാര്യം MLA ക്വാർട്ടേഴ്സിനകത്ത് പോലീസ് കയറില്ല, എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഞാൻ അവിടെ നിന്ന് എനിക്ക് എഴുക്കാൻ പറ്റുന്നില്ല, കാലൊടിഞ്ഞു പോയി. ഞാൻ വിളിച്ചിട്ട് എന്നെ എടുക്കാൻ പറഞ്ഞു. എന്നെ അവർ തോളിലെടുത്ത് വീണ്ടും ആ സമരത്തിൻ്റെ ഇടയിലോട്ട്. കടമ്പള്ളി നമ്മളൊക്കെ ഒരു ആത്മസുഹൃത്ത്, ഞങ്ങൾ സ്ഥലവാസികളുമാണല്ലോ, ആത്മസുഹൃത്തുക്കളെ. അല്ല, കടകംപള്ളി സുരേന്ദ്രൻ എൻ്റെ സീനിയറായിരുന്നു, പക്ഷേ ഞങ്ങൾ പേട്ടക്കാരാണ്, സ്ഥലവാസികളാണ്. കടകംപള്ളി സുരേന്ദ്രനും കടകംപള്ളിയും പേട്ടയെന്ന് പറയുന്ന ഒന്നാണ്. ഞങ്ങളൊരു സ്ഥലവാസികളാണ്. അതിനേക്കാട്ടിൽ ഞങ്ങൾ സമകാലീനെന്ന് പറയുന്ന ശിവൻകുട്ടിയാണ്. ശിവൻകുട്ടി SFI ജില്ലാ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ KSU ജില്ലാ പ്രസിഡൻ്റാണ്. ശിവൻകുട്ടി SFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞാൻ KSU സംസ്ഥാന സെക്രട്ടറിയാണ്. ശിവൻകുട്ടി യൂണിവേഴ്സിറ്റി ചെയർമാനായി മത്സരിക്കുമ്പോൾ ഞാൻ ശിവൻകുട്ടിക്കെതിരെ യൂണിവേഴ്സിറ്റി ചെയർമാനായി മത്സരിച്ചു. ഞാൻ ജയിച്ചു, ശിവൻകുട്ടി തോറ്റു യൂണിവേഴ്സിറ്റി ചെയർമാനായിട്ട്. ശിവൻകുട്ടി SFI പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ ഞാൻ KSU പ്രസിഡൻ്റാണ്. പിന്നെ കോലാഹലം കേൾക്കണ്ടല്ലോ. അപ്പുറത്ത് ശിവൻകുട്ടിയും ഇപ്പുറത്ത് ഞാനുമാണ്.